അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റു ഞാനിതാ നമ്മളെ പുതിയ വീട്ടിലോട്ട് വന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഓരോന്നോരോന്നായിട്ട് എടുത്ത് എല്ലാം ഒന്ന് വെക്കുന്നുണ്ട്. മറ്റേ കിച്ചൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ചെറുതുമാണ്, അതുപോലെ വെളിച്ചവും കുറവാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ട്, അത് തന്നെ വലിയ കാര്യമാണ്. എക്സ്പെഷ്യലി കൂറയില്ല കേട്ടോ. ഇനിയിപ്പോൾ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എൻ്റെ കൂടെ ആൾക്കാർ വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും 2 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഇന്നത്തെ ലഞ്ചിന് ഹസ്ബൻഡ് ഉണ്ട്. ഞാൻ വേഗം ഒന്ന് ചോറ് വെക്കുന്നുണ്ട്, അതുപോലെ ചീരുപ്പേരിക്ക് വേണ്ടിയിട്ടൊന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഞാൻ ചെറുപയറൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും അടുപ്പിൽ വെച്ചു. അപ്പോഴേക്കും ഇതാ നമ്മൾ ചീര ഒന്ന് താളിക്കുന്നുണ്ട്. കറിയായപ്പം അതൊന്ന് താളിക്കുന്നുണ്ട് കേട്ടോ. മീനായിട്ട് കിളിമീനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി ഇതാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു. ഞാനിതാ ചോറ് വിളമ്പുന്നുണ്ട്. ചോറും നമ്മളെ ചീരപ്പേരിയും പിന്നെ മീൻ പൊരിച്ചതും ചെറുപയർ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞാനും പോയി കഴിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.